യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗം ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ കർത്താവിൻ്റെ ഒരു ഉപമ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. ഇത് ധൂർത്തപുത്രൻ്റെ ഉപമയല്ല, മറിച്ച് സ്നേഹം ധൂർത്തടിക്കുന്ന പിതാവിൻ്റെ ഉപമയാണ് എന്ന് നമുക്ക് ഈ ഉപമയെക്കുറിച്ച് പറയാം. ഒരു സ്നേഹമയനായ ഒരു പിതാവുണ്ട്, ഒരു മൂത്ത പുത്രനുണ്ട്, അതുപോലെ തന്നെ ഒരു ധൂർത്ത പുത്രനുണ്ട്. ഇളയ പുത്രൻ അവൻ പിതാവിൽ നിന്ന് തൻ്റെ ഓഹരി വാങ്ങി ദൂരദേശത്തേക്ക് പോവുകയാണ്. സാധാരണയായി ഒരു ഓഹരി കൊടുക്കുക എന്ന് പറയുന്നത് പിതാവിൻ്റെ മരണശേഷമാണ്. പിതാവ് ജീവിച്ചിരിക്കെ തന്നെ തൻ്റെ ഓഹരിക്ക് വേണ്ടി പിതാവിനോട് ചോദിക്കുന്ന ആ പുത്രൻ, പക്ഷേ പിതാവ് സമ്മതിച്ചു കൊടുക്കുകയാണ്. അവന് ആവശ്യമായ ഓഹരി പിതാവ് അവന് കൊടുക്കുന്നു. അവൻ ദൂരദേശത്തേക്ക് ആ ഓഹരിയുമായി പോകുന്നു. തൻ്റെ സമ്പത്തെല്ലാം ധൂർത്തടിച്ച് അവൻ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായി തീരുന്നു. അവൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം യഹൂദ പാരമ്പര്യമനുസരിച്ച് പന്നിയെ ഒരു നികൃഷ്ട ജീവിയായിട്ടാണ് കണ്ടിരുന്നത്. ആ ദേശത്ത് ക്ഷാമം വന്ന് അവന് ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവൻ എത്തിച്ചേരുകയാണ്. അവൻ പന്നിയെ മേയ്ക്കുന്ന ജോലി അവന് കിട്ടിയെന്ന് പറയുമ്പോൾ അത്രയും ദാരുണമായ ജീവിതത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് അവൻ കടന്നുപോയത് എന്നാണ് സുവിശേഷം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കൊണ്ട് അവൻ വിശപ്പടക്കാൻ ആഗ്രഹിച്ചു, അതുപോലും അവന് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് അത്രയും ദയനീയമായിരുന്നു അവൻ്റെ അവസ്ഥയെന്നാണ്. പക്ഷേ സുവിശേഷം പറയുന്നുണ്ട് അവന് സുബോധമുണ്ടായി. കാരണം അവൻ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നത് ജീവിതത്തിൻ്റെ ഈ ഒന്നുമില്ലായ്മയിലാണ്. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം കൂലിക്കാർ സന്തോഷത്തോടുകൂടെ സുഭിക്ഷമായി ജീവിക്കുന്നു എന്ന് അവൻ തിരിച്ചറിയുന്നു. അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, താൻ പിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകും. തന്നെ ഒരു പുത്രനായിട്ടല്ല, ഒരു കൂലിക്കാരനായി എങ്കിലും പിതാവ് സ്വീകരിച്ചാൽ മതി എന്നുള്ളതാണ് അവൻ്റെ മനോഭാവം. ഈ മനോഭാവത്തോടു കൂടെയാണ് അവൻ പിതാവിൻ്റെ അരികിലേക്ക്, പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകാനായി ആഗ്രഹിക്കുന്നത്. അവൻ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വളരെ ചടുലമായ പദങ്ങൾ കൊണ്ടാണ് സുവിശേഷകൻ അതിനെ അടയാളപ്പെടുത്തുന്നത്. ദൂരെ നിന്നു തന്നെ അവനെ കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. ചടുലമായ പദങ്ങളാണ് സുവിശേഷകൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ദൂരെ നിന്ന് ആ പിതാവ് മകനെ കണ്ടു മനസ്സിലാക്കണമെങ്കിൽ ആ പിതാവ് അവൻ പോയ ദിവസം മുതൽ അവനെ ഓർത്ത് വഴിക്കണ്ണുമായി കാത്തിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ദൂരെ നിന്ന് അവൻ്റെ നിഴലാട്ടം കണ്ടപ്പോൾ തന്നെ ആ പിതാവിന് തൻ്റെ പുത്രനാണ് എന്ന് തിരിച്ചറിയാനും അദ്ദേഹം കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. വളരെ സുന്ദരമാണ് ആ ഒരു സുവിശേഷകന്റെ പ്രയോഗം തന്നെ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ പിതാവ് അവനെ സ്വീകരിക്കുന്നത്. കാരണം അവൻ പോയത് മുതൽ പിതാവ് വളരെ ദുഃഖത്തോടുകൂടെ അവനെ കാത്തിരിക്കുകയായിരുന്നു എന്ന് സുവിശേഷം നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. പിതാവ് പുത്രനെ സ്വീകരിക്കുന്നത് അത്യധികം സന്തോഷത്തോട് കൂടെയാണ്. കാരണം അവന് വസ്ത്രങ്ങൾ, മേലങ്കി അവനെ അണിയിച്ചു എന്ന് പറയുമ്പോൾ ഒരു പുത്രന്റെ ആദരവോടുകൂടെ, ബഹുമാനത്തോടുകൂടെ അവനെ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മോതിരമണിയിച്ചു എന്നതിൻ്റെ അർത്ഥം അവന് ഒരു ഭവനത്തിലുള്ള എല്ലാ അധികാരത്തോടു കൂടെയാണ് അവനെ സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവനെ ചെരുപ്പ് അണിയിച്ചു എന്ന് പറയുമ്പോൾ അവനവിടെ ദാസനല്ല, മറിച്ച് സ്വതന്ത്രനായ പുത്രനെ പോലെയുള്ള സ്വീകാര്യതയാണ് അവനവിടെ ലഭിച്ചത്. അതുപോലെ ആഘോഷങ്ങൾ, കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നു. വലിയ ആഘോഷത്തിന്റെ ഒരു തിമിർപ്പ് സുവിശേഷത്തിന്റെ വരികൾക്കിടയിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതായത് വലിയ സന്തോഷത്തോടുകൂടെ ഒരുപാട് പേരെ വിളിച്ച് വലിയ വിരുന്നൊരുക്കി അവൻ്റെ തിരിച്ചുവരവ് ഒരു വലിയ ആഘോഷമാക്കി മാറ്റുന്ന സുവിശേഷത്തിൻ്റെ, ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച്, കാരുണ്യ വായ്പിനെ കുറിച്ചാണ് സുവിശേഷത്തിൽ ഈ ഉപമയിലൂടെ ക്രിസ്തു പറഞ്ഞു വെക്കുന്നത്. സുവിശേഷത്തിന്റെ രണ്ടാം പകുതി, ലൂക്കായുടെ സുവിശേഷത്തിന്റെ 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ എവിടെയാണ് ഊന്നുന്നത് എന്നുള്ളതിൻ്റെ ആ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. കാരണം ക്രിസ്തു പാപികളോടും ചുങ്കക്കാരോടും കൂടെ കൂട്ടുകൂടുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ പിറുപിറുക്കുകയും
അസ്വസ്ഥരാകുകയും ചെയ്യുന്ന ഫരിസേയരെ കുറിച്ചും നിയമജ്ഞരെ കുറിച്ചുമുള്ള ചിന്ത പറഞ്ഞു വെച്ചുകൊണ്ടാണ് 15-ാം അധ്യായം ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് ക്രിസ്തു കാണാതായ ആടിനെക്കുറിച്ചും കാണാതായ നാണയത്തെക്കുറിച്ചും പിന്നീട് ധൂർത്തപുത്രന്റെയും ഉപമ പറയുന്നത്. അതായത് വലിയ സ്നേഹത്തെക്കുറിച്ച്, ദൈവപിതാവിൻ്റെ നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പറയുകയാണ് ഈശോ. പക്ഷേ ആ കാരുണ്യത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന, അതിൽ അസ്വസ്ഥതപ്പെടുന്ന ആളുകളെ കുറിച്ച് ഊന്നൽ കൊടുത്തിട്ടാണ് ഈ അധ്യായം, സുവിശേഷത്തിൻ്റെ ഈ അധ്യായം ആരംഭിക്കുന്നത്. അതിനുള്ള ഒരു ഉത്തരമാണ് ഈ ഉപമയുടെ 2-ാം പകുതിയിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. ഉപമയിലെ മൂത്തപുത്രൻ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും പ്രതീകമായാണ് നിലകൊള്ളുന്നത്. അവൻ പിതാവിൻ്റെ ഭവനത്തിലാണ്, പക്ഷേ പിതാവിൽ നിന്നും ഒരുപാട് അകലെയാണ് അവൻ്റെ മനസ്സ് എന്ന് സുവിശേഷം പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ മനോഭാവങ്ങളെ സുവിശേഷത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ച് എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമതായി, അവൻ തൻ്റെ നന്മയിലുള്ള അമിതമായ അഹങ്കാരമോ ആത്മവിശ്വാസമോ എന്ന് നമുക്ക് പറയാം. കാരണം നിന്റെ കൽപ്പനകളിൽ ഒന്നുപോലും ഞാൻ ലംഘിച്ചിട്ടില്ല എന്നാണ് അവൻ പിതാവിനോട് പറയുന്നത്. അപ്പോൾ അവനിൽ തന്നെ, കാരണം ഞാൻ എല്ലാം ഏറ്റവും ഭംഗിയായി ആത്മാർത്ഥതയോടുകൂടെ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ള മനോഭാവത്തോടു കൂടെയാണ് അവൻ നിൽക്കുന്നത്. രണ്ടാമതായി, അവൻ പരാതിപ്പെടുകയാണ് പിതാവിൻ്റെ മുമ്പിൽ. അവൻ പറയുന്നുണ്ട്, നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിക്കാനായി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് പിതാവിനെ കുറ്റപ്പെടുത്തുന്ന പുത്രനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ മൂത്തപുത്രന് സഹോദരനെ സഹോദരനായി കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം പിതാവിനോട് അവൻ പറയുന്നുണ്ട്, നിന്റെ ഈ മകൻ എന്നാണ് അവൻ പറയുന്നത്. പിതാവ് പിന്നീട് അവനെ തിരുത്തുന്നുണ്ട്, നിന്റെ ഈ സഹോദരൻ. പലപ്പോഴും സഹോദരനെ സഹോദരനായി കാണാൻ കഴിയാത്ത മനോഭാവം. ഇതാണ് മൂത്തപുത്രൻ പ്രതീകവൽക്കരിക്കുന്ന ചില മനോഭാവങ്ങൾ എന്ന് പറയുന്നത്. മൂത്തപുത്രൻ പിതൃഭവനത്തിലായിരുന്നു, പക്ഷേ പിതാവിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു. ധൂർത്തപുത്രനാകട്ടെ പിതാവിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു, പക്ഷേ അവൻ തിരിച്ചു വന്ന് പിതാവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവനായി മാറി എന്ന് സുവിശേഷം നമ്മോട് പറയുന്നു. സുവിശേഷത്തിൽ ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഒരു അടിമയാകാൻ, ദാസനാകാൻ വന്നു, പക്ഷേ അവൻ പിതാവിൻ്റെ പ്രിയപുത്രനായി മാറി. മൂത്ത പുത്രനാകട്ടെ അവൻ പിതൃഭവനത്തിലായിരുന്നു, പക്ഷേ അവൻ്റെ ഭാഷയിൽ അടിമയെപ്പോലെ പണിയെടുക്കുന്നവനായി എന്നുള്ള മനോഭാവത്തോടു കൂടെയാണ് അവൻ അതിനെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തിയല്ല, മറിച്ച് നമുക്ക് ദൈവത്തോടുള്ള അടുപ്പമാണ് രക്ഷ നിർണയിക്കുന്നത് എന്ന് ഈ ഉപമയിലൂടെ ഈശോ നമ്മോട് വ്യക്തമാക്കാനായി ആഗ്രഹിക്കുന്നു. ഉപമയ്ക്ക് സുവിശേഷത്തിലൊരു അവസാനം കൃത്യമായി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉപമയുടെ അവസാനം നിർണയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഞാൻ ഒരു ധൂർത്ത പുത്രനാണ് എന്ന തോന്നലാണ് എനിക്കുള്ളതെങ്കിൽ പിതാവിൻ്റെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും തിരികെ വഴി നടക്കാൻ എനിക്ക് കഴിയണം. ഇനി ഞാനൊരു മൂത്തപുത്രൻ്റെ മനോഭാവത്തോടു കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ആ പിതാവിൻ്റെ സ്നേഹവായ്പോടെ, ഹൃദയവായ്പോടെ ആ വലിയ ആഘോഷത്തിൽ ഞാനും പങ്കാളിയായി തീരണം. ഇതാണ് സുവിശേഷം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന മനോഭാവം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉപമയിലെ ധൂർത്തപുത്രനെ പോലെ പലപ്പോഴും ജീവിതത്തിൽ പലതും ധൂർത്തടിക്കുന്നവരാണ് നമ്മൾ. ഒരുപക്ഷെ നമ്മുടെ വലിപ്പം കാണിക്കാൻ, നമ്മുടെ ആർഭാടം കാണിക്കാൻ, നമ്മൾ പണമുള്ളവരാണെന്ന് കാണിക്കാൻ എത്രയോ ധൂർത്തുകളാണ് നമ്മൾ ജീവിതത്തിൽ നടത്തുന്നത്. ഒരുപക്ഷെ പണമില്ലാത്തവൻ പോലും പ്രശസ്തിയും പെരുമയും ഉണ്ടാക്കാൻ വലിയ ധൂർത്തടിച്ച് ഒരുപക്ഷെ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായി തീരുന്ന എത്രയോ ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൂർത്തപുത്രൻ നൽകുന്ന വലിയൊരു മനോഭാവമുണ്ട്. ജീവിതത്തിൽ ധൂർത്തുകളെ നിയന്ത്രിക്കാൻ കഴിയണം. ഒരുപക്ഷെ ഈ ലോക ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾക്ക് പിറകെ നമ്മൾ പോകുന്നു, പക്ഷേ ഈ സന്തോഷങ്ങളൊന്നും ശാശ്വതമായ ആഹ്ലാദവും സന്തോഷവുമായി മാറുന്നില്ല എന്നുള്ളതാണ് ജീവിത ചിന്ത. നമുക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷം ലഭിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ്. സുവിശേഷത്തിലെ മൂത്തപുത്രൻ അവൻ പിതൃഭവനത്തിലായിരുന്നു, പിതാവിൻ്റെ വീട്ടിലായിരുന്നു, പക്ഷേ അവൻ്റെ മനസ്സ്
പിതാവിൽ നിന്നും പിതാവിൻ്റെ മനസ്സിൽ നിന്നും ഒരുപാട് കാതം അകലെയായിരുന്നു എന്ന് സുവിശേഷം പറയുന്നുണ്ട്. ഇതെല്ലാം വളരെ പ്രായോഗികമായി നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കൂരയ്ക്കു കീഴെ നമ്മൾ താമസിക്കുമ്പോഴും ഒരു കുടുംബത്തിലുള്ളവർ തന്നെ പലപ്പോഴും അവരുടെ മനസ്സുകൾ, കാതങ്ങൾ അകലെയായി നിലകൊള്ളുന്നു എന്നുള്ളതും ഇന്നിൻ്റെ വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ ഒരു മനസ്സോടുകൂടെ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാൻ ഈ സുവിശേഷ ഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ധൂർത്തപുത്രനാണെങ്കിൽ പിതാവിൻ്റെ ആ സ്നേഹമുള്ള ഹൃദയത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്കിന് തീർച്ചയായും ഞാൻ തയ്യാറാകണം. ഇനി ഞാനൊരു മൂത്തപുത്രൻ്റെ മനോഭാവത്തോടുകൂടെ മറുതലിച്ച് നിൽക്കുന്നവനാണെങ്കിൽ ആ പിതാവിൻ്റെ സ്നേഹവായ്പോടെ ആ കുടുംബത്തിൻ്റെ വലിയ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള ആ വലിയ മനോഭാവത്തോടുകൂടെ കടന്നു വരാൻ കഴിയണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.